പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള പ്രഭാത വന്ദനം. ഞാൻ ബിനു പടയാട്ടി, ദുബായിൽ നിന്നാണ്. എല്ലാവരും ക്ഷേമമായി ഇരിക്കുന്നുവോ? 2-3 ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു. ഞാൻ അബുദാബി അങ്ങനെയൊക്കെ ആയിട്ട് ഓട്ടോ ഉള്ളതുകൊണ്ട് എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ജോലി സ്ഥലത്ത് തന്നെയാണ്, രാവിലെ തന്നെ തിരക്കിലാണ്. അതിനിടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഒരു ദേശത്ത് നമ്മുടെ സഭയെ നമുക്കറിയാം, ദൈവത്തിന് പദ്ധതി പ്രകാരം പലരും പല കാര്യത്തിലാണ് ദൈവം വിളിക്കുന്നത്. അവരൊന്നും ഞാൻ എതിർക്കുന്നില്ല കേട്ടോ. എന്നാൽ ഇടയന്മാർ സഭാ ശുശ്രൂഷകരാണ്. അവർ ഇടയന്മാരായിട്ട് പോട്ടെ, ഉപദേശികൾ, പ്രവാചകന്മാർ, അവർ അതിൻ്റെ പ്രവർത്തി ചെയ്യട്ടെ. എന്നാൽ ചില വ്യക്തികളുണ്ട് ഈ പൊതു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇടയന്മാരാണ് അവരെ ഇടയന്മാരായിരിക്കുമ്പോൾ തന്നെ ഈ തെരുവോരങ്ങൾ പ്രസംഗിക്കാൻ പോകും, നല്ല കാര്യം പ്രസംഗിക്കട്ടെ. പക്ഷേ അത് ബിസിനസ്സായി മാറ്റരുത്. കാരണം പബ്ലിസിറ്റി ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ഓടിയിറന്ന് തെരുവോരങ്ങൾ പ്രസംഗിച്ച് ഇന്ന ആളെ വിളിച്ചാൽ നല്ലതായിരിക്കും എന്ന ചിന്താഗതി കൊടുക്കരുത്. കാരണം സാഹിത്യം കൊടുത്ത് കടിച്ച പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് മറ്റുള്ള മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളെ ഒരു പ്രസംഗിക്കുമ്പോൾ ആരംഭിക്കുമ്പോൾ അവർ യേശുവിനെ കുറിച്ച് പറയണത്. അപ്പോൾ ഈ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടല്ലേ ആ നാട്ടിലൊക്കെ? ഞാൻ പറഞ്ഞ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, പറയുന്ന കാര്യങ്ങളെ. അതൊരു പ്രസംഗം ആരംഭിക്കുമ്പോൾ യേശുവിനെ കുറിച്ചും ഞങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവരെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ, ഇവർ പ്ലാൻ ചെയ്ത് വെച്ച സാധനങ്ങൾ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അവർ കയറ്റും. അപ്പോൾ അവർ ചിലപ്പോൾ മതത്തെ കുറ്റം പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കുറ്റം പറയാം. അതിശക്തമായിട്ട് ആ 2-3 മിനിറ്റ് അവർ പ്രസംഗിക്കും. എന്നിട്ട് പിന്നെ സാധാരണ രീതിയിൽ പോകും. അപ്പോൾ കേട്ട് നിൽക്കുന്നവനെ ഈ വളഞ്ഞ വഴിയിലുള്ള കാര്യം അറിയാൻ പറ്റില്ല. അപ്പോൾ ആരും ആ സമയത്ത് പ്രതികരിക്കില്ല. പക്ഷേ ഈ ദേവദാസന്മാർ പ്ലാൻ ചെയ്ത് പോയിട്ട് ആ വീഡിയോ അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് അവർ ഫേസ്ബുക്കിൽ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ആർജവത്തോടെ, ധൈര്യത്തോടെ, സാഹിത്യത്തോടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ പ്രസംഗം നടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയുമ്പോൾ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ആ സഭയിലെ ദേവദാസൻ അവിടെ ദൈവത്തിൻ്റെ വചനം, പരിശ്രമാഭിഷേകമുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ പറയും നമുക്ക് ഇന്ന ദേവദാസനെ വിളിക്കാം. അപ്പോൾ അവിടുത്തെ കുറേ ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ പറയും വേണ്ട, അദ്ദേഹം വന്നാൽ അദ്ദേഹം സാധു, അദ്ദേഹത്തിന് ഒരു ഊർജ്ജസ്വലതയില്ല, ഒരു ഉണർവില്ല, പ്രായമായിട്ടുണ്ട്, നമുക്ക് ഇന്ന ആളെ വിളിക്കാം. അപ്പോൾ എന്ത് ഊർജ്ജസ്വലത്തോടെ സംസാരിക്കണേ, മലയാള ഭാഷ തത്തിക്കളിക്കുകയാണ് അല്ലേ? എൻ്റെ നിർഗളമായി എനിക്ക് ആ മലയാള സാഹിത്യമൊന്നും കിട്ടണില്ല. പ്രസംഗിന്ന് കേട്ടേ എന്താ ധൈര്യം അദ്ദേഹത്തിന്, നമുക്ക് അദ്ദേഹത്തിന് വിളിച്ചെന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കണേ, ഒരു ദൈവസഭയിലെ ഒരു ദൈവദാസനും അവിടുത്തെ പരിശ്രമാഭിഷേകം പ്രാപിച്ചവരും പ്രായമുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന ഘടകവിരുദ്ധമായി കുറേ യൂത്തിലെ ആൾക്കാരും വേണ്ടപ്പെട്ടവർ വിളിച്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ ദുബായിലാണ്. ദുബായിൽ തന്നെ ഒരു കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരു സംഘടനയുടെ മെയിൻ ആളാണ്, പക്ഷേ ഒരു കാര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനൊക്കെ എന്തിനു വിളിച്ചേ, ഒരു കൺവെൻഷൻ അല്ലേന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളൊക്കെ എതിർത്താണ്, പക്ഷേ ഇവിടുത്തെ മെയിൻ ആളുണ്ട്, ഇവിടുത്തെ ഒരു സംഘടന മെയിൻ ആളുണ്ട്. അയാൾ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഇതുവരെയും ദുബായിൽ വന്നിട്ടില്ല എന്ന് എന്നോട് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് മീറ്റിംഗ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്ന അറിയുമോ, നമ്മൾ വ്യക്തികൾക്ക് അവസരം കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ കൺവെൻഷൻ നടത്തി. അപ്പോൾ ഞാൻ ഏറ്റവും നടത്തുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം വരെ പരിചയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മിക്ക ദിവസം വരെ പരിചയപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ വിളിച്ച് കൺവെൻഷൻ നടത്താൻ തുടങ്ങി. ഈ തവണ ഞാൻ 2-3 വർഷത്തെ കൺവെൻഷൻ നടത്തിയില്ല. ഞാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ നാട് എറണാകുളം ജില്ല കാലടി, അതിനാവശ്യമായി ദേവദാസന്മാരെ ദൈവം ഒരുക്കി തന്നെ. അത് പൈസ ആഗ്രഹമില്ലാതെ ആരെങ്കിലും ദേവദാസന്മാർ വരാണെങ്കിൽ അത് നൂതനല്ലട്ടെ ഞാൻ പറഞ്ഞത്, പാരമ്പര്യമായി വചനത്തിൽ നിൽക്കുന്ന സാക്ഷ്യമുള്ള ഒരു ദിവസം വന്നാൽ ഞാൻ കൺവെൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കാലടി ദേശത്ത് കർത്താവിനെ വിളിച്ച് വേർതിരിച്ചാണ്, അവിടുത്തെ കാവൽക്കാരനാണ്, ആ ദേശത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ദേശത്തിന് ആവശ്യമായ ദൂത് ദൈവം തന്നെ ആൾ മതി എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഭയങ്കര കൊട്ടും കുരവയും ആഘോഷവും മലയാള സാഹിത്യം പാണ്ഡിത്യം അറിയുന്ന ആരും വേണ്ടെന്നേ, കർത്താവ് പറയാത്ത ഒരാളും എൻ്റെ ദേശത്ത് പ്രസംഗിക്കേണ്ട എന്ന ചിന്താഗതി ഞാൻ നിൽക്കുന്നത്. ഇവിടെ വ്യക്തിബന്ധങ്ങൾക്കോ കൂട്ടുകാരെന്ന് എനിക്ക് ജാതി സ്പിരിറ്റിനൊന്നും താല്പര്യമില്ല എനിക്ക്. ഇത് പറയാൻ കാരണം ഇനി ഒന്നിനും പറയാം. ഇന്ന് ഫേസ്ബുക്കിൽ നമുക്ക് ഒരു പാസ്റ്റർ, ഒരു സഞ്ചാര ശുശ്രൂഷൻ, അല്ലെങ്കിൽ ഇടയനല്ല, പൊതു ശുശ്രൂഷകനാണ് അദ്ദേഹം വേറൊരു പൊതു ശുശ്രൂഷനെ കുറിച്ച് ബർത്ത്ഡേ ജന്മദിനം വിഷയമാണ്. ജന്മദിനം വിവാഹ വാർഷികം നമുക്ക് ദൈവമക്കൾക്ക് യോജിച്ച കാര്യമല്ല. ഞാനൊരു 2016 ഒരു ന്യൂജന ഇതൊക്കെ ആഘോഷിച്ച ഒരാളെന്നേ, ബർത്ത്ഡേ വിളിച്ച് കേക്ക് മുറിച്ച് മുഖത്തൊക്കെ വെച്ച് നടന്ന ടീം, അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ദൈവമക്കളല്ലേ, നമുക്ക് പറഞ്ഞ കാര്യമല്ല. നമ്മൾ കാനൻ അച്ഛൻ പറഞ്ഞോണം, നമ്മൾ അശുദ്ധിയിൽ നിൽക്കാനാണെങ്കിൽ പിന്നെ അവിടെ നിന്നപ്പോൾ എന്തിനാ ഈ വിശുദ്ധിയിലേക്ക് വന്നത്? അപ്പോൾ ഇതൊക്കെ വിട്ട് കളയണം, നമുക്ക് മനസ്സിലാവണം. എന്നിട്ട് ജന്മദിനം സിമ്പിള്, അദ്ദേഹത്തിന് വാട്സപ്പിൽ ജന്മദിനം വിഷ് ചെയ്യാം, പക്ഷേ ഫേസ്ബുക്കിലൂടെ. കാരണം ഞാനും ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കാണിക്കണം. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ലിങ്കായി, ഒരു മീറ്റിംഗ് കിട്ടില്ല പരസ്പരം, ഇവർ തമ്മിൽ ടീമായി, അതാണ് ഒരു ഉദ്ദേശം. എന്നിട്ട് അദ്ദേഹം സാഹിത്യത്തിലേക്ക് ഒരു പാരഗ്രാഫ് വളരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുറേ മലയാളം എഴുതി വെച്ചിട്ട് ഇങ്ങനെ സാഹിത്യം എഴുതിക്കുകയാണ്. ഇവൻ്റെ സാഹിത്യം കണ്ടിട്ട് ഞാൻ ആൾക്കാർ വിളിക്കണേ ഇദ്ദേഹത്തിനെ. എന്തൊക്കെ വളഞ്ഞ വഴിയാണ് ദേവദാസന്മാർ ഉപയോഗിക്കുന്നത്? ഇവരൊരു ഗ്രൂപ്പാണ്, ഇവർ സ്വയം പൊങ്ങികളും വമ്പ് പറയുന്നവരുമാണ്. ഇവരെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ പ്രസംഗിക്കുന്നിടത്ത് വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് ബൂസ്റ്റ് ചെയ്യുകയാണ്. ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല എൻ്റെ പ്രിയ ദൈവമക്കളെ.
നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കണം. നമ്മുടെ ദേശത്തിന് ആവശ്യമായി പരസ്യയോഗത്തിനായിട്ട് കൺവെൻഷനായിട്ട് സഭയിൽ ശുശ്രൂഷ ഈ ഉപവാസ പ്രാർത്ഥന ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾ ഫേമസോ ഈ ഫേസ്ബുക്കിൽ കണ്ടുള്ള അറിവോ യൂട്യൂബ് വെച്ചിട്ട് ആരും വിലയിരുത്തില്ലേ, ആരും വിളിക്കരുത്. ഇവരൊക്കെ അഭിനേതാക്കളാണ്, ഭയങ്കര നടന്മാരാണ്. ഈ ഹേമ കമ്മിറ്റി പോലത്തെ ഒരു സംഭവം പെന്തക്കോസ്ത വന്ന പല ആൾക്കാർ പെട്ടുപോകും. ഇവരെ കളികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇവർ വളഞ്ഞ വഴിയുള്ള കാര്യങ്ങൾ, ഇവർ വേണ്ടപ്പെട്ട ചില മതത്തിൽ ജാതിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഇതൊന്നും പറയാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയണത്. ഞാൻ ശ്രദ്ധിച്ചു, അവരെ പറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കര കൂട്ടാണ്, അവരെ വിളിച്ചു എന്ന് പറയും. പിന്നെ ഈ എൻ്റെ നാട്ടിലൊരാണ് കൺവെൻഷൻ, ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല, ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ കൺവെൻഷൻ ഒരു ദേവാസനെ വിളിച്ചു. അദ്ദേഹം വന്നിട്ട് എൻ്റെ വീട്ടിലെ നാട്ടിലെ തെരുവോരത്തെ കൺവെൻഷനാണ്. അവിടെ വണ്ടി, ജീപ്പ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, കടകൾ, അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് യഹൂദ ഭാഷയുടെ പാണ്ഡിത്യം പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? അപ്പം നിങ്ങളുടെ ഈ കുലമഹിമയുള്ളവരെ ലജ്ജിക്കാൻ വേണ്ടി കുലഹീനനായ എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയില്ലേ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ഒരു അറിവില്ലാത്ത എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയില്ലേ എന്ന് പറയാൻ എത്ര ഉള്ളൂ. എൻ്റെ ദൈവദാസനം, നിങ്ങളുടെ സാഹിത്യമൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ ദൈവത്തിന് നിങ്ങളുടെ സാഹിത്യം എന്തിനാണ്? ഒരു ജന്മദിനം വിഷയം വേണ്ടി എന്തുമാത്രം സാഹിത്യം, എന്തിനു വേണ്ടിയാണ്? ആ വ്യക്തിക്ക് ഈ വ്യക്തിയോട് താല്പര്യം തോന്നണം, നാളെ പരസ്പരം മീറ്റിംഗ് കിട്ടണം. നിങ്ങളുടെ ഈ വളഞ്ഞ വഴിയില്ലേ കർത്താവ് കാണുന്നുണ്ട്, അത് മറക്കരുത്. ജനത്തെ പറ്റിക്കാൻ പറ്റും. ഈ പൊട്ടന്മാരായ മണ്ടന്മാർ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ സാഹിത്യം കേട്ടും നിങ്ങളുടെ ആർജവം കണ്ടും നിങ്ങളുടെ ഉത്സാഹം കണ്ട്. പക്ഷേ ദൈവാത്മാവിലുള്ള ദൈവദാസന്മാർ വിവേചിക്കും നിങ്ങളുടെ അഭിനയം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു സഭയിൽ ഇടയനാണ് ശുശ്രൂഷ ചെയ്യുമ്പോൾ അധികാരം ആ സഭയുടെ. പക്ഷേ ആ സഭയിൽ ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും റോളുണ്ട്, നമുക്ക് തീരുമാനിക്കാം ഒരു കമ്മിറ്റി കൂടുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മാസത്തെ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആവശ്യമായി ദൂതുള്ള ദൈവദാസന്മാർ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഇടയന്മാരെ പ്രതീക്ഷിച്ച് നിങ്ങളൊന്നും ചെയ്യരുത്. കൺവെൻഷൻ, പരസ്യയോഗം എന്ത് വന്നോട്ടെ നിങ്ങൾ ആ ദേശത്തിന് ആവശ്യമായ ഇടയനെ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇവന്മാർ നന്നാവില്ല, ഇവരെ നന്നാക്കി നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനും പറ്റില്ല. പക്ഷെ എന്നെപ്പോലുള്ളവർ പ്രതികരിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ വ്യക്തികളെ പേര് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യം ആ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തു, പിന്നെ ഡിലീറ്റ് ചെയ്തു. കാരണം ഞാൻ തീരുമാനിച്ചു ഇനിയും വ്യക്തികളുടെ പേര് പറയണ്ട, അത് ജനങ്ങൾ വിവേചിക്കട്ടെ. ആരെ അധിക്ഷേപിക്കുന്നുണ്ട് ഞാൻ, കാരണം നിങ്ങളുടെ മീറ്റിംഗ് കളഞ്ഞൊന്നും വേണ്ട. പക്ഷേ ജനങ്ങൾ വിവേചിച്ച് തിരിച്ചറിഞ്ഞ് നല്ല കാര്യം, നല്ലത് തിരഞ്ഞെടുക്കുക. നമ്മുടെ ദേശത്തിന് ആവശ്യമായ ദൂതുള്ള ദൈവദാസന്മാരെ തരാൻ വേണ്ടി ദിവസത്തിന് പ്രാർത്ഥിക്കുക. ഒരു കാരണവശാലും വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തി താല്പര്യം, ഈ അതുപോലെ പൊങ്ങിച്ചം പറയുന്നത്, സ്വയം പൊങ്ങികളെ ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒഴിഞ്ഞു മാറുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.